പറക്കും വിവാദമോ എന്നാണ് ചോദ്യം. മധു, വിവാദം എന്തായാലും വലിയ തോതിൽ പറഞ്ഞിരിക്കുന്നു. അതായത് മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന ഈ പ്രളയവും അതുമായി ബന്ധപ്പെട്ട ഡിസാസ്റ്ററും മുഴുവനും നടക്കുന്ന സമയത്തും കൃത്യമായ രാഷ്ട്രീയ വിവാദങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നതുമാണ്. അപ്പോൾ എല്ലാവരും ഇപ്പം കഴിഞ്ഞ ദിവസം ഈ പത്തനംതിട്ടയിലും റാന്നിയിലും ഒക്കെ ഉണ്ടായ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ചില സമൂഹ മാധ്യമ പേജുകളിലുണ്ടായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ സർക്കാരിൻ്റെ കാലത്ത് ഏകോപനം നടക്കുന്നില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തായിരുന്നെങ്കിൽ പ്രളയ നിവാരണവുമായി ബന്ധപ്പെട്ട വലിയ ഏകോപനം നടക്കുന്നുണ്ടായിരുന്നു എന്നതാണ്. ശരിയാണ്. 2018-ലും 2019-ലും നമുക്ക് ഓർമ്മയുണ്ട്, ഈ പ്രളയം വലിയ തോതിലുണ്ടായ സമയത്ത് നമ്മളെല്ലാവരും തന്നെ നമുക്കാകുന്ന സാധനങ്ങൾ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും, ഇപ്പം ഞാൻ അന്ന് മറ്റൊരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്, ആ സമയത്തൊക്കെ ആളുകൾ ചോദ്യമോ പറച്ചിലോ ഒന്നുമില്ലാതെ നമ്മുടെയൊക്കെ ഓഫീസുകളിലേക്ക് ധാരാളം സാധനങ്ങൾ കൊണ്ടുതരികയും നമ്മളൊക്കെ അത് ട്രാൻസ്പോർട്ട് ചെയ്യുകയും ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ, യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ എല്ലാവരും ഈ സാധനങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇന്നിപ്പോൾ ഈ പ്രളയം ഉണ്ടായി 2-3 ദിവസമാവുകയാണ്. 1-ാം തീയതി മുതൽ അതിൻ്റെ ഒരു സിവിയറിറ്റി ഉണ്ടാവുകയാണ്. നമുക്ക് ആർക്കും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വേണ്ടി വന്നില്ല. എന്തുകൊണ്ടാണ്? ഇതിനിപ്പോൾ നമുക്ക് ഒരു SOP ഉണ്ട് എന്നതാണ്. മാത്രമല്ല, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ ഇത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് അടക്കമുണ്ട്. ഇതെല്ലാം ഉണ്ട്. ഓറഞ്ച് ബുക്ക് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഇപ്പോൾ ആളുകൾ ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നിനക്ക് ഇതാണോ പണി എന്ന് ചോദിക്കുന്നൊരവസ്ഥ ഇല്ല. അതുകൊണ്ട് തന്നെ വലിയ വിവാദങ്ങളാകുന്ന സാഹചര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ മെഷീനറി കുറച്ചുകൂടി ഇത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നത് ശരിയാണ്. ഇപ്പോൾ റാന്നിയിലടക്കം ഇന്ന് ഈ ചില പ്രശ്നങ്ങളുണ്ടായി. അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് സമയത്തിന് കിട്ടിയില്ല എന്ന് പറയുന്നു. ഇന്ന് പിണറായി വിജയൻ ഇട്ട പോസ്റ്റ് പ്രകാരം അവിടുത്തെ നാട്ടുകാരടക്കമുള്ളവർ ചേർന്നാണ് ഭക്ഷണം എത്തിച്ചത് എന്ന് പറയുന്നു. AP അനിൽകുമാർ നമ്മളോടടക്കം പറഞ്ഞത് പെട്ടെന്നത് പരിഹരിച്ചു. ചെറിയ പ്രശ്നമുണ്ടായി, പെട്ടെന്നത് പരിഹരിച്ചു. ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു, അത് പരിഹരിച്ചു എന്നുള്ളതാണ്. ഇതിലേതാണ് യാഥാർത്ഥ്യം എന്ന കാര്യം നമുക്ക് വ്യക്തമാകേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ആറന്മുള MLA അഡ്വക്കേറ്റ് അബിൻ വർക്കിയുടെ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോയിൽ നേരത്തെ സ്മൃതി മാഡം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ ഒന്നുമില്ല, പിണറായി വിജയനായിരുന്നു ഡീസന്റ് എന്ന് പറയുന്ന ഒരു വയോധികയെ കണ്ടു. അതിനുശേഷം ആ വീഡിയോ ആറന്മുള MLA ഇട്ട ഇതിനകത്ത് അതിൻ്റെ ഏറ്റവും അവസാനം മറ്റൊരു സ്ത്രീ പോയി അമ്മയോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് രാവിലെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയല്ല, എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ എന്നോട് കൂടെ ഇത് പറയിച്ചതാണ് എന്ന് പറയുന്നു. അയാൾ അവിടുത്തെ ഒരു ഏരിയ കമ്മിറ്റി പ്രവർത്തകനാണ് എന്നും പറയുന്നു. ഇതിൽ ഏതാണ് യാഥാർത്ഥ്യം? നമുക്ക് ആർക്കെങ്കിലും അറിയോ? ഈ രണ്ട് കാര്യങ്ങളും ബന്ധമുണ്ട്. അവസാനം അവർ പറഞ്ഞത് അവരെ കൊണ്ട് മറ്റാരോ പറയിച്ചതാണ് എന്നുള്ളതാണ്. ബുദ്ധിമുട്ടുകളുണ്ട്, ശരിയാണ്. അതനുസരിച്ച് വ്യാപകമായ പരാതികളില്ല എന്നതും പ്രധാനമാണ്. മുഖ്യമന്ത്രിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട് ശരിയാണ്, ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതുപോലെ 31-ാം തീയതി അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ നമുക്ക് കിട്ടിയിട്ടില്ല. 30-ാം തീയതി കിട്ടിയിട്ടുണ്ട്, 1-ാം തീയതി കിട്ടിയിട്ടുണ്ട്, 2-ാം തീയതി അടക്കമുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. 31-ാം തീയതി എന്തിനാണ് കൊച്ചിയിലുള്ള ഈ ഔദ്യോഗിക വിവരം എന്നത് പറയുന്നില്ല. ഇനി എല്ലാ യാത്രകളും പറയാൻ കഴിയില്ല എന്നുള്ളതാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസത്തെയും യാത്ര എന്താണ് എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ എല്ലാ യാത്രകളും, കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ മാത്രമല്ല ഈ മുഖ്യമന്ത്രിയുടെയും അദ്ദേഹം മുൻപത്തെ സമയമാണെങ്കിലും എല്ലാ യാത്രകളും സംബന്ധിച്ച വിശദാംശങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല എന്നത് ശരിയാണ്. നമുക്ക് ഈ മംഗലാപുരം യാത്ര അടക്കമുള്ള വിമർശനങ്ങളുണ്ട്, ഇപ്പോഴും ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ മുഖ്യമന്ത്രിയും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നേരത്തെ സ്മൃതി മാഡം ചൂണ്ടിക്കാണിച്ചതുപോലെ കഴിഞ്ഞ മുഖ്യമന്ത്രി തൃശ്ശൂരിൽ നടന്ന പാർട്ടി സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ് യാത്ര ചെയ്തത്. അത് ശരിയാണ്. ഓഖി ഫണ്ടുമായി ബന്ധപ്പെട്ട് അത് കൊടുക്കാം എന്ന് പറയുന്ന ഒരു ഓർഡർ പുറത്തിറങ്ങി. വിവാദമായതിനു ശേഷം വിഡ്രോ ചെയ്തു. അത് നമ്മൾ പറയുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. പിന്നീട് അത് SDRF-ൽ നിന്ന്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൽ നിന്ന് അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു തീരുമാനമുണ്ടായി. അതും പിന്നീട് പിൻവലിച്ചു. പിന്നീടത് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ആ ബില്ല് പേ ചെയ്തത് എന്നുള്ളതാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരമുള്ളത്. ഈ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റും എന്ന് പറയുന്നത് പേഴ്സണൽ ബില്ലല്ല. അതും നേരത്തെ അങ്ങ് തന്നെ പറഞ്ഞതുപോലെയുള്ള നമ്മുടെ ടാക്സിൽ നിന്ന് കൊടുക്കുന്ന ഒരു കാര്യമാണ്. പാർട്ടി സമ്മേളനത്തിന് പോയതാണ്. പക്ഷേ മുഖ്യമന്ത്രി നടത്തുന്ന ഈ പറയുന്ന ഈ പാർട്ടിയുടേതോ അനൗദ്യോഗികമായ സന്ദർശനങ്ങൾ എന്ന് പറയുന്നത് ഔദ്യോഗിക സന്ദർശനങ്ങളുടെ പട്ടികയിൽ തന്നെയുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സമയം എന്ന് പറയുന്നത്, ഇപ്പോൾ മുഖ്യമന്ത്രി ആയാൽ ഈ ഒപ്പിടുന്ന പരിപാടി മാത്രം മുഖ്യമന്ത്രിയുടെ ക്യാബിനിൽ ഇരുന്ന് ചെയ്യുന്ന ഒരാളല്ല. അദ്ദേഹം രാഷ്ട്രീയ നേതാവായിട്ടാണ് മുഖ്യമന്ത്രിയായത്. രാഷ്ട്രീയമായ പരിപാടികളും പൊതുപ്രവർത്തകനായതിനു ശേഷമാണ് മുഖ്യമന്ത്രിയായത്. അപ്പോൾ രാഷ്ട്രീയമായ പരിപാടികളും പൊതുവായ പരിപാടികളും ഒക്കെ ഈ പറയുന്ന ഈ ഔദ്യോഗിക പരിപാടികളുടെ ലിസ്റ്റിലാണ് വീഴുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ മുഖ്യമന്ത്രിയും LDF-ന്റെ മുഖ്യമന്ത്രിയും അത് ഔദ്യോഗിക പരിപാടികൾക്കല്ലാതെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രിയും ഉപയോഗിച്ചിട്ടുണ്ട്. VD സതീശൻ ഇത് സംബന്ധിച്ച് പക്ഷേ വിശദീകരണം നൽകിയിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ വിശദീകരണം നൽകുമായിരിക്കും. ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം ഇപ്പം അങ്ങനെ നമുക്ക് അസ്യൂം ചെയ്യാമല്ലോ അല്ലേ, 31-ാം തീയതിയാണ്. സ്വാഭാവികമായും ഒരു മാസത്തിൻ്റെ അവസാനമാണ്. ഈ ബില്ല് എന്ന് പറയുന്നത് ഓരോ മാസവും കൊടുക്കേണ്ടുന്ന ഒന്നാണ്. നമുക്ക് 25 മണിക്കൂർ പണം കൊടുക്കാതെ പറക്കാനുള്ള
അവകാശം കൂടി ചേർന്നാണ് ഈ 80 ലക്ഷം രൂപയുടെ ബില്ല് എന്ന് പറയുന്നത്. 4.5 മണിക്കൂറാണ് അദ്ദേഹം ഈ ഫ്ലൈറ്റിന് വേണ്ടി ഈ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് നമ്മുടെയൊക്കെ മുന്നിലുള്ള വിവരം എന്ന് പറയുന്നത്. 4.5 മണിക്കൂർ, അതായത് ചാലക്കുടി തിരുവനന്തപുരം 55 മിനിറ്റ്, തിരുവനന്തപുരം തടിയൂർ തിരുവനന്തപുരം 2 മണിക്കൂർ 8 മിനിറ്റ്, തിരുവനന്തപുരം കൊച്ചി 1 മണിക്കൂർ 15 മിനിറ്റ്, കൊച്ചി ചാലക്കുടി 7 മിനിറ്റ്. ഈ 4 മണിക്കൂർ 25 മിനിറ്റാണ്. അതിൽ ഈ പറയുന്ന 25 മണിക്കൂർ ഫ്രീ ഫ്ലൈറ്റ് അടക്കമുള്ളതിൽ അധിക ബാധ്യത ഉണ്ടാകുന്നില്ല എന്നതാണ്. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ ഉപയോഗിച്ച സമയത്ത് ഇത് ധൂർത്താണ് എന്ന് പറഞ്ഞ നേതാക്കളാണ് UDF-ന്റേത്. ധൂർത്താണ് എങ്കിൽ സ്വാഭാവികമായും ഇനിയിപ്പോൾ കഴിഞ്ഞ സർക്കാർ ഈ കരാറിലേക്ക് വന്നതുകൊണ്ട് ഞങ്ങളിത് ഉപയോഗിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെയാണ് പല കാര്യങ്ങളിലും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് യാഥാർത്ഥ്യവുമാണ്. അടുത്ത മാസം ഇതിൻ്റെ കാലാവധി തീരുകയാണ്. അതിനുശേഷം UDF സർക്കാർ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എങ്കിൽ നമുക്ക് വലിയ തോതിൽ വിമർശിക്കാം. കാരണം ധൂർത്ത് എന്ന് പറഞ്ഞൊരു കാര്യം ഈ സർക്കാരും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വിമർശിക്കാം എന്നതാണ്. ഡോക്ടർ അനുകുമാർ, എനിക്ക് 1-2 കാര്യങ്ങൾ കൂടി പറയാനുമുണ്ട്. അത് ഒന്ന് ഒരു തമാശയാണ്. അതായത് ഈ വിരുന്നിൻ്റെ കാര്യം. അദ്ദേഹത്തിന് അന്ന് മലപ്പുറത്ത് പരിപാടികളുണ്ട്. അതായത് 1-ാം തീയതി പരിപാടിയുണ്ട്. കളമശ്ശേരിയിലെ പരിപാടി കഴിഞ്ഞ് കറുകുറ്റി വഴി അദ്ദേഹം പിന്നെ പോകുന്നത് കുറ്റിപ്പുറത്തെ പരിപാടിക്കാണ്. വൈകുന്നേരം മലപ്പുറത്ത് മുഹമ്മദ് അലി ശാബ്ദങ്ങൾ അനുസ്മരണം അടക്കം ചാർട്ടേഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. മലപ്പുറത്താണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കുകയും വേണം. ഭക്ഷണം അവിടെയാണ് തയ്യാറാക്കിയത്. അത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ചേർന്ന് നേരത്തെ തയ്യാറാക്കിയതാണ്. ഭക്ഷണം കഴിക്കാൻ പോകുന്നു. ഭക്ഷണം കഴിക്കാൻ നമ്മൾ ആരും പോകുന്നത് മെനു തിരക്കിയിട്ടല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അന്ന് അവിടെ ഒരു പ്രശ്നമുണ്ട്. നേരത്തെ ഡോക്ടർ അരുൺകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ സംസ്ഥാനത്ത് വ്യാപകമായ ദുരന്തങ്ങൾ ഉണ്ടായ സമയമാണ്. അന്ന് ഈ പറയുന്ന KMCT കോളേജ് കുറ്റിപ്പുറത്തെ പരിപാടി വേണമെങ്കിൽ അദ്ദേഹത്തിന് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ഈ റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിലെ മുഹമ്മദ് അലി ശിഹാബ് അനുസ്മരണവും വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അദ്ദേഹത്തിന് പറയാം, എനിക്കിങ്ങനെ ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപനം ചെയ്യാനുണ്ട്, പോകേണ്ടതുണ്ടെന്ന്. അദ്ദേഹം മറ്റ് ആളുകളെ ഇത് ഏൽപ്പിച്ച് മാറി നിന്നതിനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിശദീകരണം നൽകട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മലപ്പുറത്ത് വിരുന്നുണ്ണാൻ പോയതല്ല. അവിടെ പോയ സമയത്ത് അദ്ദേഹത്തിന് അവിടെ ഭക്ഷണം തയ്യാറാക്കിയിരുന്നു. അത് വിരുന്നുമാണ്. അത് ആഘോഷിക്കപ്പെട്ടു. അതിൽ താഴെ വന്ന രസകരമായ ഒരു കമന്റ് എന്ന് പറയുന്നത് ഈ വിരുന്ന് കൊടുത്തയാൾ ഇട്ട പോസ്റ്റ് താഴെ വന്നിരിക്കുന്നത് നിനക്ക് 1 രൂപയുടെ ബുദ്ധിയുണ്ടോ എന്നുള്ളതാണ്. കാരണം ഇത് കൊട്ടിഘോഷിക്കാൻ പോയത് എന്തിനാണെന്നാണ് ഒരു കോൺഗ്രസ്സുകാരൻ തന്നെ ചോദിക്കുകയും ചെയ്യുന്നത് വിവാദങ്ങളായതിന്റെ പശ്ചാത്തലത്തിൽ. ഇനി മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. എന്താണ്? മൂഴിയാർ ഡാമുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പുറത്തു വന്നില്ല. തുറന്നു കൊടുത്തത് മുന്നറിയിപ്പില്ലാതെയാണ് എന്നാണ് ഇത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരൊക്കെ പറയുന്നത്. പക്ഷേ 31/7/2026 വളരെ കൃത്യമായി KSEBിയുടെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. 31-നാണേ KSEB ലിമിറ്റഡ് കക്കാട് ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ ഡാമുകളിലൊന്നായ മൂഴിയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴയുള്ളതിനാൽ ഡാമിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മൂഴിയാർ ജലസഭയുടെ പരമാവധി ജലനിരപ്പ് 192 മീറ്ററും റെഡ് അലർട്ട് ലെവൽ 190 മീറ്ററുമായി നിജപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ റെഡ് ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇത് 192 മീറ്ററാണ്. ഏത് സമയത്തും മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തും. ഈ തീരദേശത്തുള്ളവർ കൃത്യമായ ജാഗ്രത പാലിക്കണമെന്ന് 31-ാം തീയതി തന്നെ ഉത്തരവാദിത്തരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്ന് രാജു എബ്രഹാം അടക്കമുള്ളവർ പറഞ്ഞത് സർക്കാർ സ്പോൺസേഡ് 31-ാം തീയതിയാണ്. 31-ാം തീയതിയാണ്. എപ്പോഴാണ് വെള്ളം കയറിയത്? 31-ാം തീയതി രാത്രിയാണ്. 31-ാം തീയതി രാത്രിയാണ്. 31-ാം തീയതി പറയൂ, അങ്ങ് പറയൂ. 31-ാം തീയതി രാത്രി KSEB. അതെ, 31-ാം തീയതി രാത്രി 8 മണിക്ക് പിന്നെ ഏതെങ്കിലും പത്രത്തിലും TV-ലും കണ്ടോ നിങ്ങൾ? കണ്ടോ? ഇത് ജനങ്ങളെ അറിയിക്കണ്ടേ? അല്ല, അങ്ങനെ അല്ല, ഇത് ജനങ്ങളെ അറിയിക്കണം. മാധു, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് കാര്യം. വീട്ടിൽ കിടന്നു ഒന്നാമത്തെ കാര്യം. ഇത് ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല ഒന്നാമത്തെ കാര്യം. അല്ല, അത് അറിയിക്കണ്ടേ? ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എങ്കിലും ഇടണ്ടേ? ഇത് ഞാൻ പറയുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് കേരള സർക്കാരും അറിയിച്ചിട്ടുണ്ട്, പത്തനംതിട്ടയിലും അറിയിച്ചിട്ടുണ്ട്. ഈ പറയുന്ന അതാണ്. പക്ഷെ എന്താണ്, മുന്നറിയിപ്പില്ലാതെ തുറന്നു കൊടുത്തു എന്നാണ് പറയുന്നത്. KSEB വളരെ കൃത്യമായി. ഇനി അതുമായി ബന്ധപ്പെട്ട് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ. വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ 11 മണിക്ക് തട്ടുകട തുറന്നു വെച്ച് പോയ ആളുകൾ രാവിലെ 4:30-ക്കാണ് വെള്ളം കയറിയിട്ടുണ്ട് എന്ന് അറിഞ്ഞത് നമ്മുടെ റിപ്പോർട്ടാണ്. അതായത് 11 മണിക്ക് പോകുമ്പോൾ അവിടെ ഈ പറയുന്ന സാഹചര്യം ഇല്ല. ഇല്ല, രാത്രി 8 മണിക്ക് ശേഷം തുറന്നുകൊണ്ടാണ് വെള്ളം കയറിയത്. അതാണ് പറയുന്നത്. ഒരു മിനിറ്റ് 8 മണിക്ക് ശേഷം തുറന്നില്ല. ഒന്നാമത്തെ കാര്യം, ഏതു സമയത്ത് വേണമെങ്കിലും തുറക്കാം എന്ന് പറയുന്ന ഈ റിപ്പോർട്ട് കൊടുക്കുന്നത് ഞാനൊന്ന് പറയട്ടെ. രാത്രി 1 മണിക്കാണ് തുറന്നത്. ആ 1 മണിക്ക് തുറക്കുന്നതിന് മുൻപ് തന്നെ ഇതിന്റെ സമയം വളരെ കൃത്യമുണ്ട്. രാത്രി 8 മണിക്ക് ഇറക്കുന്നു, രാത്രി 1 മണിക്ക് തുറക്കുന്നു. 8 മണിക്ക് തുറക്കുന്നതിന് മുന്നേ ഒരു വലിയ പ്രശ്നം ജനങ്ങളെ ബാധിക്കുന്ന ഇതെല്ലാം വേണ്ടതാണ്. ഇത് വളരെ കൃത്യമാണ്. കാരണം അതിൽ വീഴ്ചയുണ്ട് എങ്കിൽ അത് അന്വേഷിക്കുക തന്നെ വേണം. പക്ഷെ KSEB അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നതാണ്. SMS മുഖേന അറിയിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളോ ഈ പറയുന്ന വിളിച്ചു പറയുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും ഇതൊക്കെ അന്വേഷിക്കേണ്ടതാണ്. ഒരു നിമിഷം സർക്കാർ കൃത്യമായി ഈ പറയുന്ന റെഡ് അലർട്ട്, അത് മാത്രമല്ല ഈ ഒരു ഡാമിൽ റെഡ് അലർട്ട് മാത്രമല്ല അറിയിക്കുന്നത്, ബ്ലൂ അലർട്ട് വരുന്ന സമയത്തും ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ആ സമയത്തൊക്കെ ഈ പറയുന്ന മുന്നറിയിപ്പുകൾ വന്നിട്ടുണ്ട്. 192 മീറ്റർ ആയിട്ടുണ്ട്. ഏത് സമയത്ത് വേണമെങ്കിലും തുറക്കാം എന്ന് പറയുന്ന മുന്നറിയിപ്പ് അത് തുറക്കുന്നതിന് 4 മണിക്കൂർ മുമ്പെങ്കിലും വളരെ കൃത്യമായി KSEB പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അന്വേഷിക്കാതെ ഇത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തുറന്നു വിട്ടു എന്ന് പറയുന്നത് നിരുത്തരവാദപരമാണ്. അത് ഈ ഡോക്യുമെന്റിൽ ഇരുന്നാൽ മതിയോ?
ഈ രാത്രി ഒരു ഡാം തുറന്നു വിടുന്ന സമയത്ത് അവിടെ അനൗൺസ്മെന്റ് വാഹനങ്ങൾ പോകും, അനൗൺസ്മെന്റ് വാഹനങ്ങൾ പോകും. ഇല്ല, അതാണ് പറയുന്നത്. അത് ഉത്തരവാദിത്തരഹിത പ്രശ്നമാണെന്ന്. അത് പിന്നെ ഇങ്ങനെ ഇവര് പോസ്റ്റ് ഇട്ടു അത് ആരോപണമാണ്. ആ ആരോപണം അടിസ്ഥാനപരമായ ആരോപണമാണ്. അല്ല, അടിസ്ഥാനപരമായ ആരോപണമാണ്. KSEB ഇത് ഉന്നയിച്ചിട്ടുണ്ട്, KSEB ഇത് അറിയിച്ചിട്ടുമുണ്ട്. KSEB വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ആ വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടത് നമുക്കടക്കം സ്വാഭാവികം മാത്രമല്ല, നമ്മളത് അന്വേഷിച്ച് അറിയിക്കേണ്ടതുമാണ്. ഈ സമയത്ത് KSEB അടക്കം ഈ ഡാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തം അടക്കമാണ്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഈ പറയുന്ന ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഏതെങ്കിലും മേഖലയിൽ നിന്ന് ഉദ്യോഗസ്ഥരുടെ അടക്കം വന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം, അതിൽ നടപടിയെടുക്കണം എന്നതാണ് എന്റെ നിലപാട്. അതുകൊണ്ട് KSEB ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇറക്കിയിട്ടില്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല എന്ന് തോന്നുന്നു. ശരി. Meet the editors.